ഈ റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ മാറ്റം കിട്ടിയതാണ്. ഇത് നിങ്ങൾ തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ സ്കിൻ വെളുത്തിട്ട് പാറും. എന്താണെന്ന് പറയാം. ഫുൾ ബോഡിക്ക് നിറം വെക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫുൾ ബോഡി വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു കിടിലൻ കാര്യമാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരെ, ഒന്ന് ചെയ്തു നോക്കണേ. ആദ്യമായിട്ടായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഫുൾ ബോഡിക്ക് നിറവും നല്ലപോലെ ഫുൾ ബോഡി നല്ല സ്മൂത്ത് ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട്. നമുക്ക് പല പ്രശ്നങ്ങളും പലരെയും ഫുൾ ബോഡിയിലൊക്കെ അലട്ടാറുണ്ട്. എന്നെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് ടാൻ. ഫേസിനും കൈകൾക്കുമാണ് ഏറ്റവും കൂടുതലായിട്ട് ടാൻ എന്നെ അടിച്ചിരുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്കിന്നിന് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫേസിനും കൈകൾക്കും മാത്രമല്ല, ഞാൻ ഫുൾ ബോഡിയിലും ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫുൾ ബോഡിക്ക് മാറ്റവും കിട്ടിയിട്ടുണ്ട്. മുന്നത്തെ ഒരു പിക്ചറും ഇപ്പോഴത്തെ ഒരു മാറ്റവും ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ ഫുൾ ബോഡിക്ക് മാറ്റം കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടും. കുറച്ച് ടൈം എടുക്കും, അതായത് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 1 മിനിറ്റ് കൊണ്ട് റിസൾട്ട് കാണുമെന്ന് വിചാരിച്ച് നിങ്ങൾ നിർത്തിയിട്ട് പോകല്ലേ. ഒരാഴ്ചയെങ്കിലും ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്യേണ്ടതായിട്ട് വരും. ഉറപ്പായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. 100% ആണ്. 12 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫുൾ ബോഡിക്ക് മാറ്റം നേടാൻ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. 100% ആണ് റിസൾട്ട്. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ഫുൾ ബോഡിക്ക് നിറം നൽകുന്ന പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ ആദ്യമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് ഒരു പൊടി തയ്യാറാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് കടല, 1/2 കപ്പ് നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് വേണം, 1 കപ്പ് ചെറുപയർ, പിന്നെ 1/2 കപ്പ് ഉഴുന്ന്, ഒരു 7 ടേബിൾ സ്പൂൺ ഉലുവ ഉണ്ടല്ലോ, ഉലുവ അതും കൂടി വേണം. ഇനി ഇതെല്ലാം കൂടി ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കും. ഈ ഒരു സംഭവം നമ്മുടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർക്കുന്ന ഈ ഒരു ധാന്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പണ്ട് കാലത്ത് സ്കിൻ കെയറിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ചേഞ്ചസ് നൽകാനൊക്കെ ഈ പറഞ്ഞ ധാന്യങ്ങളിൽ നിന്ന് സാധിക്കും. 1/2 കപ്പ് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ടാന്, പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനും സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും നമ്മുടെ മഞ്ഞൾപ്പൊടിയിൽ നിന്ന്, അതായത് കസ്തൂരി മഞ്ഞൾപ്പൊടിയിൽ നിന്ന് സാധിക്കും. 3 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നിൻ്റെ റിങ്കിൾസ് ഇല്ലാതാക്കാനും സ്കിന്നിന് നിറം നൽകാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതും 1/2 കപ്പാണ്. പിന്നെ ചേർക്കുന്നത് ചിയാ സീഡ്, അതൊരു 3 ടേബിൾ സ്പൂണൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ച്, അതായത് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഇടഞ്ഞെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനങ്ങനെ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി വെക്കുകയാണ്. കുറേ നാൾ എനിക്ക് വെക്കാൻ വേണ്ടിയാണ്. ഞാനൊരു 6 മാസം വരെയും ഈ ഒരു പൗഡർ എനിക്ക് ഈ ഒരളവിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾ റിസൾട്ട് കാണിക്കാം. ഞാൻ എന്തായാലും പാക്ക് ഒന്ന് തയ്യാറാക്കണ്ടേ. നമ്മുടെ പൊടികളിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുകയാണ്. ആ ഒരു മിക്സിയുടെ ജാറിൽ ലാസ്റ്റ് പറ്റിയിരുന്നതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോളം കിട്ടിയായിരുന്നു, അത് ചേർത്തിട്ടുണ്ട്. ഇത് മിക്സ് ആക്കാനായിട്ട് നിങ്ങൾക്ക് റോ മിൽക്ക് ചേർക്കാം, അതല്ലെങ്കിൽ സാധാരണ വെള്ളം ചേർത്ത് മിക്സ് ആക്കാവുന്നതാണ്. അങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കഞ്ഞിവെള്ളം ചേർത്ത് മിക്സ് ആക്കിയാലും നല്ലതാണ്. എല്ലാവർക്കും പാല് പറ്റണമെന്നില്ല, കഞ്ഞിവെള്ളം ചേർത്താലും വളരെ നല്ലതാണ്. അങ്ങ് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകാൻ പാടില്ല. ഈ കാണുന്ന ഒരു ലൂസ് പരുവത്തിലായിട്ട് വേണം. കാരണം നമ്മുടെ ബോഡി തേച്ച് പിടിപ്പിക്കണ്ടേ. ഇത് ഞാൻ എൻ്റെ കാലയിലാണ് തേച്ച് പിടിപ്പിക്കുന്നത്. തേച്ച് നല്ല രീതിയിൽ പിടിപ്പിക്കണം. പിടിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണം. അതിൻ്റെ നമ്മുടെ സ്കിന്നിന് പറ്റിയിരിക്കുന്ന ഡെഡ് സ്കിന്നൊക്കെ പോകണ്ടേ, അതിനുവേണ്ടി 1 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉണങ്ങാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിച്ച് കഴുകരുത് കേട്ടോ. ഇത് ഉപയോഗിച്ച് മാത്രം നിങ്ങൾ കഴുകാം. നിങ്ങൾക്കിപ്പോൾ പ്രൈവറ്റ് ഏരിയയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാം. നിങ്ങൾ ബോഡിയിൽ തേച്ചിട്ട് ഇത് ഉപയോഗിച്ച് മാത്രമായിട്ട് കഴുകാനായിട്ട് നോക്കുക. എന്നാലേ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുള്ളൂ. കണ്ടോ, കഴുകുമ്പോൾ തന്നെ ആ ഒരു സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ. ഞാൻ 3 മിനിറ്റോളമാണ് ഞാൻ വെച്ചത്. 2 കാലും തമ്മിലുള്ള ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കൂട്ടുകാരെ, എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. 100% റിസൾട്ട് കിട്ടുന്നതാണ്. ഉണ്ടല്ലോ, ഫുൾ ബോഡിക്ക് നിറം നൽകുന്ന ആ ഒരു പാക്ക് ഉപയോഗിച്ചിട്ടുള്ള മാറ്റമൊക്കെ 100% ആയിട്ട് മാറ്റം നേടാൻ
നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. കൂട്ടുകാർ ഒന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ ഫുൾ ബോഡിക്കുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ കൂട്ടുകാരെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.